തിരുവനന്തപുരം ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ 4ഉം എൽ.ഡി.എഫ് നിലനിർത്തി. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ആകെ 32 സീറ്റുകളുള്ളതിൽ എൽ.ഡി.എഫ് 16 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. 7 വീതം സീറ്റുകൾ യു.ഡി.എഫും എൻ.ഡി.എയും നേടി. നെടുമങ്ങാട് മുനിസിപ്പൽ ഭരണവും എൽ.ഡി.എഫ് നിലനിർത്തി. ആകെ 42 സീറ്റിൽ 29 എണ്ണം എൽ.ഡി.എഫ് നേടി. യു.ഡി.എഫിന് 10 സീറ്റ് ലഭിച്ചു. എൻ.ഡി.എക്ക് 3 സീറ്റാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ ആകെ 46 സീറ്റാണുള്ളത്. അതിൽ 25 സീറ്റ് നേടി എൽ.ഡി.എഫ് മുന്നിലെത്തി. യു.ഡി.എഫിന് 12 സീറ്റും എൻ.ഡി.എക്ക് 7 സീറ്റും ലഭിച്ചു. മറ്റുള്ളവർ 2 സീറ്റ് നേടി. വർക്കല മുനിസിപ്പാലിറ്റിയിൽ ആകെ 34 വാർഡുകളുള്ളതിൽ 16 സീറ്റ് നേടി എൽ.ഡി.എഫ് വലിയ ഒറ്റക്കക്ഷിയായി. തനിച്ചു ഭൂരിപക്ഷം കിട്ടിയില്ല. എൻ.ഡി.എയാണ് അവിടെ മുഖ്യപ്രതിപക്ഷമാവുന്നത്. 10 സീറ്റ് അവർ നേടി. യു.ഡി.എഫിന് 6 സീറ്റ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ 2 സീറ്റ് നേടി. കൊല്ലം ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ 3 എണ്ണം എൽ.ഡി.എഫ് പിടിച്ചു. യു.ഡി.എഫ് 1 നേടി. കരുനാഗപ്പള്ളിയിലാണ് യു.ഡി.എഫ് അധികാരത്തിലെത്തുന്നത്. അവിടെ ആകെ 37 സീറ്റുകളുള്ളതിൽ യു.ഡി.എഫ് 19 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം ഒപ്പിച്ചപ്പോൾ എൽ.ഡി.എഫിന് 12 സീറ്റാണ്. എൻ.ഡി.എ 6 സീറ്റ് നേടി. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ 30 സീറ്റാണുള്ളത്. 17 സീറ്റുമായി എൽ.ഡി.എഫ് മുന്നിലെത്തി. യു.ഡി.എഫ് 7 സീറ്റും എൻ.ഡി.എ 5 സീറ്റും നേടി. 1 സീറ്റ് സ്വതന്ത്രനാണ്. പരവൂർ മുനിസിപ്പാലിറ്റിയിൽ 32 സീറ്റിൽ 20 എണ്ണം നേടി എൽ.ഡി.എഫ് ഭരണം നിലനിർത്തി. എൻ.ഡി.എ മുഖ്യപ്രതിപക്ഷമായി. 6 സീറ്റാണ് അവർ നേടിയത്. യു.ഡി.എഫിന് 5 സീറ്റാണ്. 1 സീറ്റ് സ്വതന്ത്രനാണ്. പുനലൂർ നഗരസഭയിൽ 21 സീറ്റ് നേടി എൽ.ഡി.എഫ് അധികാരം നിലനിർത്തി. 14 സീറ്റാണ് യു.ഡി.എഫിന്. 1 സീറ്റ് ബി.ജെ.പിക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ 4 മുനിസിപ്പാലിറ്റികളിൽ 3ഇടത്തും ഭരണം യു.ഡി.എഫിനാണ്. പന്തളം മാത്രം എൽ.ഡി.എഫിന് കിട്ടി. ബി.ജെ.പിയുടെ കയ്യിൽ നിന്നാണ് അവർ അത് പിടിച്ചെടുത്തത്. പന്തളത്ത് എൽ.ഡി.എഫിന് കേവല ഭൂരിപക്ഷമില്ല. ആകെ 34 സീറ്റുള്ളതിൽ അവർക്ക് 14 സീറ്റ് മാത്രമാണുള്ളത്. യു.ഡി.എഫിന് 11 സീറ്റും എൻ.ഡി.എക്ക് 11 സീറ്റും ലഭിച്ചു. അടൂർ മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തി. ആകെ 29 സീറ്റിൽ 16 എണ്ണം അവർ നേടി. എൽ.ഡി.എഫിന് 8 സീറ്റും എൻ.ഡി.എക്ക് 4 സീറ്റും ലഭിച്ചപ്പോൾ 1 സീറ്റ് സ്വതന്ത്രന് ലഭിച്ചു. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയും യു.ഡി.എഫിനാണ്. 33 സീറ്റിൽ 17 സീറ്റ് നേടി അവർ കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. എൽ.ഡി.എഫിന് 12 സീറ്റാണ്. എൻ.ഡി.എ 1ഉം മറ്റുള്ളവർ 3 സീറ്റും നേടി. തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ യു.ഡി.എഫിന് 18 സീറ്റാണ് ലഭിച്ചത്. എൽ.ഡി.എഫിന് 11 സീറ്റാണ്. 7 സീറ്റ് എൻ.ഡി.എ നേടി. മറ്റുള്ളവർ 3ഉം. ആലപ്പുഴ ജില്ലയിലുള്ള 6 മുനിസിപ്പാലിറ്റികളിൽ 1 എണ്ണം മാത്രമാണ് എൽ.ഡി.എഫിന് കിട്ടിയത്. ചേർത്തലയിലുള്ള 36 സീറ്റിൽ അവർ 20 എണ്ണം നേടി. യു.ഡി.എഫിന് 10 സീറ്റ് ലഭിച്ചപ്പോൾ എൻ.ഡി.എക്ക് 4ആണ്. മറ്റുള്ളവർ 2ഉം. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ 53 സീറ്റുള്ളതിൽ 23 സീറ്റ് നേടി യു.ഡി.എഫ് വലിയ കക്ഷിയായി. എൽ.ഡി.എഫിന് 21ഉം എൻ.ഡി.എക്ക് 5ഉം മറ്റുള്ളവർ 4ഉം നേടി. ഇവിടെ ഭരണമാർക്ക് എന്നതിൽ അനിശ്ചിതത്വമുണ്ട്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ആകെ 27 സീറ്റിൽ 13 യു.ഡി.എഫ് നേടി. എൻ.ഡി.എ 6 സീറ്റുമായി രണ്ടാമതെത്തി. എൽ.ഡി.എഫിന് വരും 5 സീറ്റും മറ്റുള്ളവർ 3 സീറ്റും നേടി. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ 30 സീറ്റിൽ യു.ഡി.എഫ് 16 സീറ്റ് നേടി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി. എൽ.ഡി.എഫിന് 7 സീറ്റും എൻ.ഡി.എക്ക് 6 സീറ്റുമാണുള്ളത്. 1 സ്വതന്ത്രൻ നേടി. കായംകുളം മുനിസിപ്പാലിറ്റിയിൽ ആകെ 45 സീറ്റിൽ 21 സീറ്റ് നേടി യു.ഡി.എഫ് വലിയ കക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷമില്ല. എൽ.ഡി.എഫിന് 13 സീറ്റും എൻ.ഡി.എക്ക് 5 സീറ്റും മറ്റുള്ളവർക്ക് 6 സീറ്റും ലഭിച്ചു. മാവേലിക്കരയിൽ ആകെ 28 സീറ്റിൽ 15 നേടി യു.ഡി.എഫ് കേവല ഭൂരിപക്ഷം കൈവരിച്ചു. എൻ.ഡി.എ രണ്ടാമതെത്തി. 8 സീറ്റാണ്. എൽ.ഡി.എഫ് 4 സീറ്റിലൊതുങ്ങി. 1 സീറ്റ് സ്വതന്ത്രന് ലഭിച്ചു. കോട്ടയം ജില്ലയിലെ 6 മുനിസിപ്പാലിറ്റികളിൽ പാലായിൽ മാത്രമാണ് എൽ.ഡി.എഫ് നേരിയ മേൽക്കൈ നേടിയത്. അവിടെയുള്ള 26 സീറ്റിൽ വലിയ കക്ഷിയായത് എൽ.ഡി.എഫിന് 11 സീറ്റാണ്. യു.ഡി.എഫ് 10 നേടി. 5 സ്വതന്ത്രരെ ജയിച്ചതിൽ ഒരു കുടുംബത്തിലെ 3 പേരുള്ളതിനാൽ അവർ തീരുമാനിക്കും ആരു ഭരിക്കണമെന്ന്. ചെങ്ങനാശ്ശേരിയിൽ 37 സീറ്റുള്ളതിൽ 13 യു.ഡി.എഫ് നേടി. എൽ.ഡി.എഫിന് 9 സീറ്റും എൻ.ഡി.എക്ക് 8 സീറ്റും ലഭിച്ചപ്പോൾ മറ്റുള്ളവർ 7 സീറ്റ് നേടി. സ്വതന്ത്രരായിരിക്കും അവിടെയും ഭരണം നിർണയിക്കുക. ഈരാറ്റുപേട്ടയിൽ മറ്റുള്ളവർക്കാണ് ഭൂരിപക്ഷം, 14 പേർ. ഇതിൽ എസ്.ഡി.പി.ഐ 3, വെൽഫെയർ പാർട്ടി 2 എന്നിങ്ങനെ 5 സീറ്റ് കഴിഞ്ഞാൽ 9ഉം സ്വതന്ത്രരാണ്. യു.ഡി.എഫാണ് വലിയ കക്ഷി. 8 സീറ്റ് അവർക്കുണ്ട്. എൽ.ഡി.എഫിന് 7 സീറ്റാണ്. ബി.ജെ.പിക്ക് 1 സീറ്റുമില്ല. ഏറ്റുമാനൂരിൽ 20 സീറ്റുമായി യു.ഡി.എഫ് വ്യക്തമായ മേൽക്കൈ നേടി.
NDAയ്ക്ക് 6 സീറ്റും LDFന് 5 സീറ്റും മറ്റുള്ളവർക്ക് 5 സീറ്റും ലഭിച്ചു. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDF വൻ ഭൂരിപക്ഷം നേടി. ആകെയുള്ള 53 സീറ്റിൽ 31 സീറ്റ് അവർക്ക് ലഭിച്ചു. LDFന് 15 സീറ്റ് മാത്രമേ ഉള്ളൂ. NDA 6 സീറ്റും മറ്റുള്ളവർ 1 നേടി. വൈക്കത്ത് 13 സീറ്റ് നേടി UDF അധികാരമുറപ്പിച്ചു. LDFന് 7 സീറ്റാണ്. NDAയ്ക്ക് 3ഉം മറ്റുള്ളവർക്ക് 4ഉം ലഭിച്ചു. ഇടുക്കിയിലെ 2 മുനിസിപ്പാലിറ്റികളും UDF നേടി. കട്ടപ്പനയിൽ 35 വാർഡുകളുള്ളതിൽ 20 സീറ്റ് UDFനാണ്. 12 സീറ്റ് LDFന് ലഭിച്ചപ്പോൾ മറ്റുള്ളവർ 3 നേടി. BJPക്ക് ഇവിടെ സീറ്റില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 19 സീറ്റുമായി UDF മേൽക്കൈ നേടിയപ്പോൾ NDA മുഖ്യപ്രതിപക്ഷമായി. 9 സീറ്റാണ് അവർ നേടിയത്. LDF ദയനീയമായി പിന്നിൽ പോയി. വെറും 3 സീറ്റ്. മറ്റുള്ളവർ 7 സീറ്റ് നേടി.